പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 25 ബുധൻ. പ്രധാന വാർത്തകൾ. ക്രിസ്മസിനോടനുബന്ധിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസിക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലാർ സേവനങ്ങൾക്ക് 98282227 എന്നീ നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്ക് 80071234 എന്നീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാകും. ആഘോഷപൂർവ്വം ക്രിസ്മസിനെ വരവേറ്റ് ഒമാനിലെ ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്തീയ ആരാധനാലയങ്ങളും ഭവനങ്ങളും ഷോപ്പിംഗ് മാളുകളും ആഘോഷത്തിനൊരുങ്ങി ദീപാലങ്കാരങ്ങളുടെ പ്രഭയിലാണ്ടു. പ്രവാസി കുടുംബങ്ങളിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ചേർന്ന് ക്രിസ്മസ് ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. നാട്ടിൽ സ്കൂൾ അവധിയായതിനാൽ കുടുംബങ്ങളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒമാനിൽ എത്തിയിട്ടുണ്ട്. നിരവധി പേർ ക്രിസ്മസ് ആഘോഷത്തിനായി നാട്ടിലേക്കും തിരിച്ചിട്ടുണ്ട്. കരോൾ ഗാനങ്ങളുടെ ഈണങ്ങളും നക്ഷത്രക്കൂടുകളുടെ വെളിച്ചവുമായി ക്രിസ്തീയ ഭവനങ്ങൾ സജീവമാണ്. ഇന്നലെ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു വ്യാപാര കേന്ദ്രങ്ങളിലും തിരക്ക് അനുഭവപ്പെട്ടു. ക്രിസ്മസ് വിഭവ സമൃദ്ധമാക്കാൻ ടർക്കി കോഴി, മുയൽ, താറാവ് തുടങ്ങിയവ എത്തി. ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ത്യയിൽ നിന്നടക്കം ധാരാളം പച്ചക്കറികളും എത്തി. കേക്ക് കടകളിൽ ഇന്നലെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. പ്രമുഖ ബേക്കറികളിലെല്ലാം ക്രിസ്മസ് കേക്ക് തേടി എത്തിയവരുടെ തിരക്കിലായിരുന്നു. വിലക്കുറവും ബേക്കറികൾ നൽകുന്നു. തൂവെള്ള നിറമുള്ള ക്രീം കേക്കുകളും പ്ലം കേക്കുകളുമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആവശ്യക്കാരേറുക. വസ്ത്രശാലകളും ക്രിസ്മസ് ഇളവുകളുമായി ഉപഭോക്താക്കളെ കച്ചവട കേന്ദ്രങ്ങൾ ആകർഷിച്ചു. ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ക്രിസ്മസ് അനുബന്ധ ആരാധനകളും ആഘോഷങ്ങളുമായി ആരാധനാലയങ്ങളും സജീവമാകുന്നു. വിവിധ സമയങ്ങളിലാണ് പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. വാരാന്ത്യ അവധി അല്ലാത്തതിനാൽ പലരും അവധി എടുത്താണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകൾ നേരത്തെ അവധി ആരംഭിച്ചിരുന്നു. ഒമാനിൽ പണപ്പെരുപ്പം 0.5% വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട്. ഈ വർഷം നവംബറിലെ കണക്കുകളാണ് പുറത്തുവിട്ടത്. 2023 നവംബറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേരിയ വില വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യക്തിഗത ഉപഭോഗ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപ്പെരുപ്പം 5.5%. ഏറ്റവും ഉയർന്ന വില വർധനയാണിത്. ചില മേഖലകളിൽ വില കുറയുകയും ചെയ്തു. ആരോഗ്യരംഗത്ത് 3.2%, ഭക്ഷണം, മദ്യരഹിത പാനീയങ്ങൾ എന്നിവയ്ക്ക് 1.9%, സംസ്കാരം, വിനോദം എന്നീ മേഖലകളിൽ 0.7% വില വർധന രേഖപ്പെടുത്തി. റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും 0.7% വില വർധനവുണ്ടായി. വസ്ത്രം, പാദരക്ഷകൾ എന്നിവയ്ക്ക് 0.5% വില വർദ്ധിച്ചു. അതേസമയം ചില മേഖലകളിൽ ചെലവ് കുറയുകയും ചെയ്തു. ഗതാഗത ചെലവ് 2.8% കുറവുണ്ടായി. എന്നാൽ വാസസ്ഥലം, വെള്ളം, വൈദ്യുതി, വാതകം, ഇന്ധനം എന്നീ വിഭാഗങ്ങളിലും ആശയവിനിമയം, പുകയില എന്നീ വിഭാഗങ്ങളിലും വിലയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമായി പുഷ്പമേള. ഗുറം നാച്ചുറൽ പാർക്കിൽ ഒരുക്കിയ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവം കാണാൻ ആദ്യ ദിനങ്ങളിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. മസ്കത്ത് നൈറ്റ്സിലെ മറ്റു വേദികളേക്കാൾ തിരക്കും ഗുറം പാർക്കിലാണ്. ജീവിതത്തിലെ നവ്യാനുഭവമാണ് ഇത്തരമൊരു കാഴ്ചയെന്നും ഒമാനിലെ ഏതൊരാളും കണ്ടിരിക്കേണ്ടതാണ് പുഷ്പമേളയിലെ അത്ഭുതങ്ങളെന്നും ഇവിടെയെത്തിയ സന്ദർശകർ പറഞ്ഞു. പൂക്കളുടെ മനം കവരും കാഴ്ചകൾക്കൊപ്പം നിരവധി വിജ്ഞാനങ്ങളും സന്ദർശകർക്ക് ലഭിക്കുന്ന രൂപത്തിലാണ് പുഷ്പങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. രാത്രി സമയത്താണ് പുഷ്പമേളയുടെ കാഴ്ചകൾ കൂടുതൽ മനോഹരമാക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ ലോകമെമ്പാടുമുള്ള 10 ലക്ഷത്തിലധികം പൂക്കളാണ് മനോഹരമായ കാഴ്ചയൊരുക്കുക. ഫ്രാൻസ്, നെതർലൻഡ്സ്, USA എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായ ഫ്ലോറൽ ഡിസൈനർമാരുടെ കലാരൂപങ്ങളും മേളയിലുണ്ട്. സിംഗപ്പൂർ, തായ്ലൻഡ്, ചൈന, USA എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര ടീം ആണ് ഫ്ലവർ നഗരി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കലയും പ്രകൃതിയും സർഗാത്മകതയും സമന്വയിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ദൃശ്യങ്ങളാണ് മസ്കത്ത് ഫ്ലവർ ഫെസ്റ്റിവലിലേത്. ഗ്രാൻഡ് ഫ്ലോറൽ
സെന്റർ പീസ്, അത്ഭുതങ്ങളുടെ വേരുകൾ, സ്വപ്നങ്ങളുടെ മേലാപ്പുകൾ എന്നിങ്ങനെയുള്ള അതിശയകരമായ കലാസൃഷ്ടികൾ കാണികളെ കാത്തിരിക്കുന്നു. പുഷ്പമേളയിലെ മറ്റൊരു ആകർഷണം ഭരണാധികാരികളുടെ പേരിലുള്ള റോസാപ്പൂക്കളാണ്. വിടപറഞ്ഞ സുൽത്താൻ ഖാബൂസിന്റെയും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സുൽത്താന്റെ ഭാര്യ അസയ്യിദ അഹദ് അബ്ദുല്ല അഹമ്മദ് അൽ ബുസൈദി എന്നിവരുടെയും പേരിലുള്ള റോസാപ്പൂക്കളാണ് സന്ദർശകരുടെ മനം കവരുന്നത്. പൂക്കൾക്ക് മുമ്പിൽ നിന്നും ഫോട്ടോ എടുക്കാനും മനോഹരമായ പൂക്കൾ ആസ്വദിക്കാനും എത്തുന്നവരുടെ വലിയ നിര തന്നെ ഇവിടെ കാണാം. അതേസമയം തിങ്കളാഴ്ച തുടക്കം കുറിച്ച മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിലായി ആയിരങ്ങളാണ് ആദ്യ ദിനങ്ങളിൽ എത്തിയത്. 2025 ജനുവരി 21 വരെ തലസ്ഥാനത്തെയും പരിസരങ്ങളിലെയും 7 വേദികളിലായി ഫെസ്റ്റിവൽ തുടരും. ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഏറെ സവിശേഷതകൾ ഉള്ള ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥയും അനുകൂലമായതിനാൽ ശൈത്യകാല ടൂറിസത്തിന് മസ്കത്ത് നൈറ്റ്സ് മുതൽക്കൂട്ടാകും. തത്സമയ പ്രകടനങ്ങളുടെ മുഴുവൻ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫെസ്റ്റിവലിലെ ഭൂരിഭാഗം ഇനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള ഗുറം നാച്ചുറൽ പാർക്കാണ് ഒരുക്കിയിട്ടുള്ളത്. ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഡ്രോൺ ഷോകളും പരിപാടികളും ഇവിടെ അരങ്ങേറും. ആധുനികവും സമകാലികവുമായ സ്വഭാവമുള്ള ലൈറ്റ് ഷോകൾ അവതരിപ്പിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സീപ്ലൈനിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, ഓഫ് റോഡ് വെഹിക്കിൾ ചലഞ്ചുകൾ, ഹൈക്കിംഗ് ട്രെയിലുകൾ എന്നിവയ്ക്ക് വാദി അൽ കൗദ് വേദിയാകും. ഫെസ്റ്റിവലിൽ ലോകരാജ്യങ്ങളുടെ വ്യത്യസ്ത സംസ്കാരങ്ങളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്നതിനായി സുൽത്താനേറ്റിലെ വിവിധ എംബസികൾക്കായി മസ്കത്ത് മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക കോർണർ അനുവദിച്ചിട്ടുണ്ട്. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവൽ 7 വേദികളിലായി സന്ദർശകർക്ക് വേറിട്ട അനുഭവമായിരിക്കും സമ്മാനിക്കുകയെന്ന് നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി. ആദ്യമായിട്ടാണ് മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവൽ 7 വേദികളിലായി നടക്കുന്നത്. ഓരോയിടത്തും കായികം, വിനോദം, സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സന്ദർശകരുമായി ഇടപഴകുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന ആമറാത്ത് പാർക്കിലെ ഹൈബ്രിഡ് പരിപാടിയാണ് ശ്രദ്ധേയമായ ആകർഷണങ്ങളിലൊന്ന്. ഗുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി 1,00,000-ലധികം പൂക്കളുടെ ലോകമാണ് ഒരുക്കിയിരിക്കുന്നത്. സീബ് വിലായത്തിലെ സൂർ അൽ ഹദീദ് ബീച്ച് വിവിധ കായിക വിനോദങ്ങൾ നടക്കും. ഈ വർഷത്തെ മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ 900 ചെറുകിട ഇടത്തരം സംരംഭങ്ങളും ഉൽപാദനക്ഷമതയുള്ള കുടുംബങ്ങളും പങ്കെടുക്കുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഹുമൈദി ഊന്നിപ്പറഞ്ഞു. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ ആദ്യ 2 ദിനങ്ങളിൽ തന്നെ ആയിരങ്ങളാണ് വിവിധ വേദികളിലെത്തിയത്. അതിരുകളില്ലാത്ത ലോകം എന്ന ശീർഷകത്തിൽ ലോകസമാധാനം എന്ന സന്ദേശവുമായി പാരീസിൽ നിന്നും തുടങ്ങി കൊച്ചിയിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന മലയാളിയായ അരുൺ തഥാഗതന് റൂവി മലയാളി അസോസിയേഷൻ സ്വീകരണം നൽകി. ലോകസഞ്ചാരത്തിന്റെ അനുഭവങ്ങൾ അരുൺ ചടങ്ങിൽ വിവരിച്ചു. RMA പ്രസിഡന്റ് ഫൈസൽ ആലുവ മൊമന്റോ നൽകി ആദരിച്ചു. അറേബ്യൻ ഗൾഫ് കപ്പിലെ നിർണായക മത്സരത്തിൽ ഒമാന് തിളക്കമാർന്ന വിജയം. കുവൈത്തിലെ ജാബിർ അൽ മുബാറക് അൽ ഹമദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ശക്തരായ ഖത്തറിനെ 2-1 ആണ് തകർത്തത്. ഇതോടെ വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയ ഒമാന് സെമി സാധ്യത നിലനിർത്താനും സാധിച്ചു. ഇരുപകുതികളിലായി ഇസ്ലാം അൽ സുബഹിയാണ് ഒമാനു വേണ്ടി വലകുലുക്കിയത്. അൽ മോയിസ് അലിയുടെ വകയായിരുന്നു ഖത്തറിന്റെ ആശ്വാസ ഗോൾ. കുവൈത്തിനെതിരെയുള്ള മത്സരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ഒമാനി ടീമിനെയായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്. പന്തടക്കത്തിലും മുന്നേറ്റത്തിലും മികച്ചു നിന്നു. അപ്രതീക്ഷിതമായി ആദ്യ മിനിറ്റുകളിൽ വീണ ഗോളുകളിൽ പതറാതെ കളം നിറഞ്ഞ് കളിച്ചു. ഇടതു വലതു വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്താൽ എതിർക്കോട്ട വിറങ്ങലിക്കുകയും ചെയ്തു. പലപ്പോഴും നിർഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു ലക്ഷ്യം കാണാതെ പോയത്. ഒടുവിൽ 20 മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയുടെ ഒമാൻ സമനില പിടിക്കുകയായിരുന്നു. ഇസ്ലാം അൽ സുബഹിയായിരുന്നു കിക്ക് എടുത്തിരുന്നത്. സമനിലയായതോടെ കളി അല്പം മന്ദഗതിയിലായി. കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഖത്തർ മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും സുൽത്താനേറ്റിന്റെ പ്രതിരോധ കോട്ടയെ പരീക്ഷിക്കാൻ കെൽപ്പുള്ളവരായിരുന്നില്ല അവയൊന്നും. ആദ്യ ഗോൾ നേടി ലീഡെടുക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഇറങ്ങിയിരുന്നത്. വിസിൽ മുഴങ്ങിയ ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒമാൻ ഖത്തറിനെ അമ്പരപ്പിച്ചു.
52-ാം മിനിറ്റിൽ ഇടതു വിങ്ങിൽ നിന്നും നീട്ടിക്കിട്ടിയ ക്രോസ് വളരെ മനോഹരമായി ഇസ്ലാം അൽ സുബഹി വലയിലെത്തിക്കുകയായിരുന്നു. ഗോൾ മടക്കാനായി അവസാന നിമിഷം വരെ ഖത്തർ ആക്രമിച്ച് കളിച്ചെങ്കിലും ലക്ഷ്യം കാണാതെ പോകുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒമാൻ ഡിസംബർ 27-ന് UAE-യെ നേരിടും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.